മലയാളികളെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയാണ് ആ വാർത്ത പുറത്തു വന്നത്. ബാലതാരമായി വന്ന് പ്രേക്ഷകമനം കവർന്ന ഹരിമുരളി പയ്യന്നൂരിലെ അന്നൂരിലെ സ്വന്തം വീട്ടിൽ യാത്രയായി. രസികൻ എന്ന ചിത്രത്തിലെ ആ മിടുക്കനായ പയ്യനെ മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. ലാൽ ജോസ് ചിത്രത്തിലൂടെ അരങ്ങേറി പിന്നീട് 50ഓളം സിനിമകളിൽ ഹരി അഭിനയിച്ചു. നാടകരംഗത്തെ പ്രമുഖനായ പയ്യന്നൂർ മുരളിയുടെ മകനാണ് ഹരിമുരളി. കലയുമായി അത്രമേൽ ബന്ധമുള്ള ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. മലയാള സിനിമയിലെ യുവതാരങ്ങളായ ഗണപതി, ദീപക് പറമ്പൂൽ, സംവിധായകൻ ചിദംബരം എന്നിവർ ഹരിയുടെ കസിൻസാണ്. അഭിനയരംഗത്ത് വർഷങ്ങളായി സജീവമല്ലായിരുന്നുവെങ്കിലും എന്തുകൊണ്ടാണ് താൻ സിനിമയിൽ നിന്ന് മാറി നിന്നതെന്ന് ഹരി ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. 4.5 വയസ്സിൽ അഭിനയം തുടങ്ങിയ ഹരിയെ പുറത്തിറങ്ങിയാൽ എല്ലാവരും തിരിച്ചറിയുമായിരുന്നു. എന്നാൽ ഈ പ്രശസ്തി അദ്ദേഹത്തിന് നൽകിയത് സങ്കടമായിരുന്നു. സിനിമയിൽ അഭിനയിച്ച കുട്ടിയാണെന്ന് പറഞ്ഞ് നാട്ടിലെ കുട്ടികളാരും അദ്ദേഹത്തെ കളിക്കാൻ കൂട്ടുമായിരുന്നില്ല. ഈ ഒറ്റപ്പെടൽ ആ ചെറിയ പ്രായത്തിൽ ഹരിയെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. എന്നെ ആരും കളിക്കാൻ കൂട്ടുന്നില്ല, ഇനി ഞാൻ അഭിനയിക്കാൻ പോകില്ല എന്ന് പറഞ്ഞ് ആ ബാല്യത്തിൽ അദ്ദേഹം കരഞ്ഞത് ഇന്നും വിങ്ങുന്ന ഓർമ്മയാണ്. സിനിമയിൽ നിന്ന് വിട്ടുനിന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഹരി പിന്നീടൊരു VFX ആർട്ടിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു. കരിയറിൽ ഒരു നിലയിൽ എത്തിയ ശേഷം വീണ്ടും നല്ല വേഷങ്ങളിലൂടെ സിനിമയിലേക്ക് തിരിച്ചു വരാമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. 2 വർഷം മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഈ ആഗ്രഹം പങ്കുവച്ചിരുന്നു. എന്നാൽ ആ സ്വപ്നങ്ങൾ ബാക്കിയാക്കി ഈ ചെറുപ്രായത്തിൽ തന്നെ ഹരി യാത്രയായി.